പറ്റുന്ന ഒന്നായിരിക്കും. അവർ കടന്നുപോയിട്ട് വർഷങ്ങളും നൂറ്റാണ്ടുകളും കഴിഞ്ഞെങ്കിലും അവർ കൊളുത്തിവെച്ച കെടാവിളക്കുകൾ ഇന്നും സഭയുടെ നെടുന്തൂണുകളായി പരിണമിക്കുന്നു. ഭൗതിക നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചോടുന്ന ഇന്നത്തെ മക്കൾക്ക് ചാവറ പിതാവിനെ പോലുള്ള പുണ്യാന്മാക്കളുടെ ആധ്യാത്മിക ദർശനം, പ്രാർത്ഥനാ ദർശനം, കുടുംബ ദർശനം എന്നിവ എത്രത്തോളം ഉൾക്കൊള്ളാനാകുമെന്നത് ഒരു ചോദ്യചിഹ്നം മാത്രം. ഉത്തമ കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന സകലർക്കും ഒരു നല്ല വഴികാട്ടിയായി ചാവറേസിന്റെ തൂലികയിൽ നിന്നും പിറവിയെടുത്ത ഒരു നല്ല അപ്പന്റെ ചാവറുകൾ ക്രൈസ്തവ കുടുംബത്തിന്റെ സമൂഹ ജീവിതത്തിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തീരെ അതിശയോക്തിയില്ല. ഭാരതത്തിന്റെ പ്രാദേശിക സന്യാസ ജീവിതത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വിശുദ്ധ ചാവറ പിതാവ് ജാതിബോധത്തിനും ഉച്ചനീതിത്വങ്ങൾക്കും എതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവും കേരളത്തിൽ വിജ്ഞാനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സ്ഫോടനത്തിനായി വഴിതെളിച്ച കർമ്മയോഗിയുമാണ്. പല ശീർഷകത്തിൽ ചാവറേസൻ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒരു കുടുംബ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സേവനം ഇന്നും കുടുംബങ്ങളെ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയതയുടെയും വിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഏറ്റവും വലിയ പരിശീലന കളരി കുടുംബമാണെന്നുള്ള തിരിച്ചറിവിൽ വിശുദ്ധ ചാവറ പിതാവ് ഒരു നല്ല അപ്പന്റെ ചാവറിലൂടെ കുടുംബങ്ങളെ ക്രൈസ്തവ ജീവിത ക്രമം തന്നെ പഠിപ്പിക്കുന്നു. കുടുംബം സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കും നോക്കാനുള്ള ജനലാണ്. അതിനാൽ വിശുദ്ധ ചാവറ പിതാവ് ചാവറകളിൽ പറഞ്ഞു വെച്ചു, നല്ല കുടുംബം ആകാശമോഹത്തിന് സദൃശ്യമാണ്. ദൈവത്തോട് ചേർന്ന് നിന്നാണ് കുടുംബം വളരേണ്ടത്. കെട്ടുറപ്പുള്ള ഒരു കുടുംബ ജീവിതത്തെ പറ്റിയാണ് ചാവറകളിൽ അദ്ദേഹം അനുസ്മരിപ്പിക്കുന്നത്. ഭിന്നിപ്പിക്കപ്പെട്ട രാജ്യം ചിന്നി ചിതറുന്ന പോലെ ഭിന്നിപ്പിക്കപ്പെട്ട കുടുംബവും തമ്മിലടിച്ച് ചിതറും. തിരുക്കുടുംബ സദൃശ്യമായി അന്യോന്യം സ്നേഹിച്ചും സഹായിച്ചും കഴിയേണ്ട ക്രിസ്തീയ കുടുംബങ്ങൾ നിസ്സാരമായ അടുക്കള വഴക്കിൽ ആരംഭിച്ച സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള നിത്യശത്രുതയിൽ അവസാനിക്കുന്ന എത്രയോ അനുഭവങ്ങൾ ആ പുണ്യപിതാവിന്റെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥനയെ കുറിച്ചുള്ള ചാവറുകൾ ഇക്കാലത്ത് ഏറെ പ്രസക്തമാണ്. സന്ധ്യയ്ക്ക് കുരിശുമണി അടിച്ചാലുടൻ മാതാപിതാക്കളും മക്കളും ചേർന്ന് കുരിശ് വരച്ച് പ്രാർത്ഥന ചൊല്ലണം. നമസ്കാരം കഴിഞ്ഞാലുടൻ സ്തുതി ചൊല്ലി അപ്പന്റെയും അമ്മയുടെയും കയ്യിൽ മുത്താൻ മക്കളെ പരിശീലിപ്പിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പകരം മൊബൈൽ, TV എന്നിവ ഇടം പിടിച്ചു. സഭ ആധുനിക യുഗത്തിൽ എന്ന പ്രമാണരേഖ നമ്പർ 52 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഉത്കൃഷ്ടമായ മാതൃത്വത്തിന്റെ വിദ്യാലയത്തെ കുടുംബമെന്ന് വിളിക്കാം. കുടുംബ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വിവേകപൂർവകമായ ഉപദേശം വഴി തങ്ങളുടെ മക്കൾക്ക് നേതൃത്വം നൽകാനുള്ള ചുമതല മാതാപിതാക്കളുടെ അഥവാ രക്ഷകർത്താക്കളുടെ ചുമതലയാണ്. അദ്ദേഹം കേരളത്തിന് നൽകിയിട്ടുള്ള അനേകം മഹനീയ സംഭാവനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബ നവീകരണത്തിനുള്ള ഈ മാർഗദർശനം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നൽകിപ്പോരുന്ന മറ്റ് വിശേഷണങ്ങളിൽ വെച്ച് പ്രഥമ സ്ഥാനം നൽകാവുന്ന ഒന്നാണ് കുടുംബ പ്രസിഡന്റ് എന്ന വിശിഷ്ട ബിരുദം. നല്ല കുടുംബങ്ങൾക്ക് ആവശ്യമായ സദാചാര ശിക്ഷണം ലഭിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മാത്രമേ നീതിയും സമാധാനവുമുള്ള ഒരു രാഷ്ട്രം രൂപപ്പെടുകയുള്ളൂ. അത്തരം മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്കും സമൂഹത്തിനും ആശ്വാസം ലഭിക്കൂ. ഞാൻ മരിച്ചാലും ഈ കടലാസ് മരിക്കുകയില്ല എന്ന ശുഭപ്രതീക്ഷയോടെ വിശുദ്ധനായ ചാവറേസൻ തന്റെ മരണപത്രം അവസാനിപ്പിക്കുന്നു. മാതൃകാപരമായ കുടുംബ ജീവിതം നയിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുന്ന സതുപദേശങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. 1.5 നൂറ്റാണ്ട് മുമ്പ് രചിക്കപ്പെട്ടതെങ്കിലും കാലിക പ്രസക്തിയുള്ള ഈ അരുളിന്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് ആകാശമോഹത്തിന് സദൃശ്യമായ കുടുംബങ്ങൾ കെട്ടിപ്പിടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.